നമ്മുടെ ലക്ഷ്യമെന്താ? മറ്റുള്ളവർ ആത്മീകമായി ശക്തരാകണം. വിശ്വാസികളിൽ പലരെക്കുറിച്ചും നമ്മുടെ ഭാരം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാൽ ഇവർ ക്ഷീണിച്ചു പോകും. വളരെ പെട്ടെന്ന് അവർ നിരാശരാകും. എന്നിട്ട് അവര് ആവലാതി പറയാൻ തുടങ്ങും. അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ഒരാത്മീകമായി കരുത്തില്ലാത്തവരാണ്. നിസ്സാരമായ കാര്യങ്ങളിൽ അവർ ക്ഷീണിച്ചു പോകും. ഒരു ശുശ്രൂഷകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആത്മീകമായി പക്വതയില്ലാത്ത വിശ്വാസികളാണ്, ആത്മീകമായി കരുത്തില്ലാത്ത വിശ്വാസികളാണ്. അവരുടെ ഈ ആത്മീകമായ ശൈശവത്വം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയാണ്. ഒരു ശുശ്രൂഷകൻ അടിസ്ഥാനപരമായി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവിടെ ആത്മീയ കരുത്തിന് വേണ്ടിയാണ്. ശരിയല്ലേ? കാരണം ആ കരുത്ത് അവർക്കുണ്ടെങ്കിൽ അവർ തന്നെ പോരാടും. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന പ്രാർത്ഥനാ വിഷയം എന്താണ്? ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകേണ്ടതിന്. എന്ന് വെച്ചാൽ വിശ്വാസിയെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് വിശ്വാസിക്ക് ബോധ്യമുണ്ടായാൽ, അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായാൽ പിന്നെ അവരതിനനുസരിച്ച് എന്ത് ചെയ്തോളും? മുന്നോട്ട് പോകും. എൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്കറിഞ്ഞാൽ ഞാൻ പിന്നെ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. പോകത്തില്ലേ? എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകന്റെ അടുത്തും എനിക്ക് പോകേണ്ട ആവശ്യമില്ല.